അത് കഴിഞ്ഞിട്ട് വേറെ ഏതൊക്കെ പാട്ടുകൾ? ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ ഒരു വല്ലാത്ത പാട്ടാണ് അത്. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. ഷഹബാസ് അമൻ എന്ന് പറയുന്നത്. അയ്യോ, ഷഹബാസ് ഖാൻ അത് പാടാൻ വന്നപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. ഞാൻ ഷഹബാസ് ഖാൻ അന്ന് ഞാൻ ഓമനപ്പുഴ പാടിയിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഷഹബാസ് ഖാൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ലാലുച്ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഷഹബാസ് അമൻ എന്നാണ്. എനിക്ക് ആദ്യം പേര് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. ഷഹബാസ് അമൻ അമൻ. അപ്പോൾ പിന്നീട് ഷഹബാസ് ഖാനായിട്ട് നമ്മൾ സ്റ്റേജ് ഷോനും ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് പാടാൻ വന്നപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെ പാടിയത് മറ്റൊരാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അതെ, ഒരു മിസ്റ്ററി ഉണ്ട് ഷഹബാസ് ഖായുടെ വോയിസിൽ. ഇപ്പോൾ വെള്ളി നിലാവല നിന്നുടെ പൊന്നുടൽ വന്നു പൊതിഞ്ഞൊരു നേരത്ത് ഒതുക്കും ഷഹബാസ് ഖാൻ, പറത്തി വിടൂല, ഒതുക്കി കളയും. അപ്പോൾ അങ്ങനെ ഒരു സാധനം, ഇത് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണ് പുള്ളി നമ്മൾ കൺവിൻസ് ചെയ്യും വോയിസിൽ. ആ ഒരു സാധനം ഉണ്ട് പുള്ളിയുടെ വോയിസിൽ. പൊളിപ്പാട്ടാണ്. വേറെ ഏതൊക്കെയാ? ദിലീപിന്റെ സെലക്ഷൻ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസം വരുന്നുണ്ട്. വേറെ എനിക്ക് കൺഫ്യൂഷൻ തീർക്കണമേ. എന്റെ പാട്ട് ജലാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാൻ എന്ന് പാടുമ്പോണ്ടല്ലോ നമ്മള് ശിവശംഭോ 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 ശംഭോ അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ ഒരു പാട്ട് മലയാളത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഭയങ്കര രസമുള്ള കൊറിയോഗ്രാഫിയുമാണ്. അതായത് കൊറിയോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഒരു ഭ്രാന്ത് ഉണ്ട് അതിന്. ആ പാട്ടിനകത്ത് എല്ലാരും കൂടെ കുലുങ്ങി 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 ഒരു മാഡ്നസ് ഉണ്ട് ആ പാട്ടിന്, അല്ലേ? അത് അടിപൊളിയാ. എനിക്ക് അതേ സാധനത്തിലാണ് രാരവേണു ഭയങ്കര ഇഷ്ടമാണ്. രാരവേണു അപ്പൊ ഭയങ്കര രസമാണ്. പിന്നെ ഒരു പൂവിനെ നിശാശലഭം, അതും രസമുള്ള, അതെ, നമ്മൾ സ്ഥിരം കേൾക്കാത്ത ഒരു പാട്ടാണ്. ലാലുവേട്ടൻ്റെ സിനിമകളിലുള്ള മറന്നിട്ടും എന്തിനോ മറന്നിട്ട്. അയ്യോ എൻ്റെ അമ്മേ, അത് വേറെയാണ്. അതിന് വേറെ ഒരു ആരാധക വൃന്ദം തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ സ്ത്രീകളൊക്കെ ഈ പാട്ട് അവരുടെ എന്തൊക്കെയോ ഒരു സംഭവമാണെന്ന് കരുതി കേൾക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് തോന്നുന്നു. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അങ്ങനെയുള്ള പാട്ടുകൾക്കുള്ള സ്കോപ്പില്ല സിനിമയിൽ. വളരെ അപൂർവമായിട്ടേ അങ്ങനെയുള്ള പാട്ടുകൾ വരാനേ സാധ്യതയുള്ളൂ. ഒരു കോണ്ടംപററി സിനിമയുടെ നേച്ചർ മാറിയതുകൊണ്ടേ ഇനി നമുക്ക് എങ്ങനെ അങ്ങനത്തെ ഒരു പാട്ടുണ്ടാകുക? അതൊരു അല്ലേ, എല്ലാവരും ഒരു ഭയങ്കര നമുക്കത് ചെയ്യാനുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് അതിനുള്ള സ്പേസ് അല്ല, പുതിയ കാലത്തിലേക്ക് അവർ മാറണം. വിനീതിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ദീപക് ദേവ് ഉപയോഗിച്ച് തുടങ്ങുന്നത് നരനിൽ ഉപയോഗിക്കുന്നു. നരൻ ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റുപാടിയ പാട്ടെന്ന് പറഞ്ഞാൽ കരളെ കരളിൻ്റെ കരളെ. അതിൽ അല്ല, കരളെയാണ് ഫസ്റ്റ്. നരൻ പിന്നെയാണ് റിലീസായത്. കരളെ കരളിൻ്റെ കരളെ വരുന്ന സമയത്ത് അയാൾ തുടർന്ന് നമ്മുടെ റിമി ടോമി ഞാനില്ല നിന്നോട് കൂടെ രണ്ടുപേരും ഇങ്ങനെ കട്ട് ചെയ്ത് പാടുമ്പോൾ ഭയങ്കര ഒരു ഫീലുള്ള പാട്ടായിരുന്നു. ആ പാട്ടിൻ്റെ രണ്ടുപേരും പാടുമോ? കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ, ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ, അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എൻ്റെ സ്നേഹിതയാണു നീ. കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. ഹോ, എനിക്ക് വിസിലറിയില്ല, കാറ്റ് മാത്രമേ വരുള്ളൂ. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. ചില കാര്യങ്ങളെ നമ്മളിങ്ങനെ സ്പർശിക്കും, നമ്മൾ അനുകരിക്കാനൊക്കെ ശ്രമിക്കില്ലേ? അതെ. പിന്നെയാണ് എനിക്ക് തോന്നുന്നു അലക്സ് പോളിൻ്റെ മ്യൂസിക്കിൽ കുറേ പാട്ടുകൾ വന്നിട്ടുള്ളതിൽ എൻ്റെ കൽബിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാര, തട്ടമിട്ട് ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലൂറും അത്തുറന്ന് വേണ്ടേ എന്ന് പറയുന്ന ശരത് വയലാറാണ് എഴുതിയത്. ആ പാട്ടിൽ തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്തു ഞാൻ നിന്നുവെങ്കിലും കൈതൊടാഞ്ഞതെന്തേ, രാളനങ്ങളിൽ മൂളുവാൻ കൈ താളമിട്ടൊന്ന് പാടുവാൻ കാൽച്ചിലങ്കുകൾ എന്ന് ചോദിക്കുന്ന ഒരു വരിയുണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം തേടിപ്പോകുന്ന പരിപാടി ഞങ്ങൾക്കുണ്ടല്ലോ. വരി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇറോട്ടിക്കാണ്.
തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ അത്രയും ഇതായിട്ട് നിന്നിട്ടും നീ തൊടാത്തത് എന്തേന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ പലതരത്തിലാണ് ഇതിൻ്റെ ഭംഗിയെ നോക്കി കാണേണ്ടത്. പക്ഷെ ആ പാട്ട് ഭയങ്കര പോപ്പുലർ ആയിരുന്നു, സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ, പാട്ട് പോപ്പുലർ ആയിരുന്നു. ശരിക്കും അതിനകത്ത് വിനീതിൻ്റെ ശബ്ദം അവിടെ നിന്ന് പാടുന്ന നരേൻ്റെ ഒരു സാധനമായിട്ട് തന്നെ നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു. ആ പാട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടിരുന്നു. അന്ന് വിനീതിന് ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസ് എന്തൊക്കെയാണ് വന്നിട്ട്? സ്പർശനം എന്ന് പറയുന്നത് സ്നേഹത്തോടെയുള്ള സ്പർശനം ആവാലോ, അത് ലസ്റ്റ് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ, അതെ അല്ലേ? അതെന്ത് വേണമെങ്കിലും ആവാം. അന്ന് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്. ഞാൻ അതായത് എൻ്റെ എറണാകുളത്തുള്ളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ലാൽ മീഡിയയിലാണ് എൻ്റെ കൽപ്പിലയുടെ റെക്കോർഡിങ് നടക്കുന്നത്. അപ്പോൾ അലക്സേട്ടൻ വിളിച്ചിട്ട് ഞാൻ ലാൽ മീഡിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഡെമോ എന്തോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു CD. അപ്പോൾ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ തിരിച്ച് കയറുന്ന സമയത്ത് ആ റൂമിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് വെറുതെ എന്തിനാ തിരിച്ചു കയറുന്നതെന്ന് ചോദിച്ചു. അന്ന് അത് കേട്ടിട്ട് അത് പോയിട്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് ആവുന്നത്. ഈ അന്ധവിശ്വാസത്തിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടാണല്ലോ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് തിരിച്ചു കയറരുത്. അപ്പോൾ തിരിച്ചു കയറിയാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഒരു സാധനം മറന്നു വെച്ചാൽ വഴിക്ക് പോകാമെന്ന് വെച്ചിട്ട് തിരിച്ചു കയറാണ്ടിരിക്കേണ്ട കാര്യമില്ല. അന്ന് അത് പാട്ട് റെക്കോർഡ് ചെയ്തു. പാട്ട് എനിക്ക് നന്നായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് പാടിയത്. പക്ഷേ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു പാടുമ്പോൾ. പരിചയക്കുറവിൻ്റെ ഞാനും അധികം പാട്ടുകൾ പാടിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പാടുമ്പോൾ നെർവസ് ആയിട്ടാണ് പാടിയത് അത്. പക്ഷേ ആ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലുവേട്ടൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ പാട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, എൻ്റെ അടുത്ത് പൃഥ്വി ഇരിപ്പുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ രാജുവിൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ രാജു ഇങ്ങനെ ഫോൺ എടുത്തിട്ട്, വിനീത് ഭയങ്കര കൺവിക്ഷനോട് കൂടിയിട്ട് പാടിയിട്ടുണ്ട്, നല്ല ബിലീഫ് ഫീൽ ചെയ്യുന്നുണ്ട് വോയിസിൽ എന്ന് പറഞ്ഞു. അപ്പം ഞാനെങ്ങനെയാണ് പാടിയെന്നുള്ളത് എനിക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര സമാധാനം തോന്നി. അപ്പോൾ അവരത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലുവേട്ടനായിട്ട് നേരത്തെ ഒരു സൗഹൃദമുണ്ട്. അദ്ദേഹം ചെന്നൈയിൽ വന്നാലൊക്കെ സിനിമ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കും, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ പാട്ടിൻ്റെ ആഘോഷം ഓർമ്മയുണ്ട് ഇപ്പോഴും? അയ്യോ, അത് ഇറങ്ങിയിട്ടൊരു പോക്കായിരുന്നു. എവിടെ പോയി കഴിഞ്ഞാലും അന്ന് TV ചാനൽസ് ഉണ്ടല്ലോ, നമുക്ക് ജൂക്ക് ബോക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൽബിലെയാണ്. അപ്പോൾ അത് അന്ന് എൻ്റെ കൽബിലെ റിലീസ് ചെയ്ത സമയത്ത് ആണ് ഞാനൊരു ഡെമോ, ഒരു ഹിന്ദി ഡെമോ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഹിന്ദിയിലുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന് കൊണ്ടുപോയിട്ട് ആ ഡെമോ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഫീൽ ചെയ്തു, ഓക്കെ ഈ സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോയി അത് ചെയ്താൽ, എനിക്ക് അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മറ്റു ലാംഗ്വേജിലൊക്കെ പാടണം എന്നൊക്കെ. അപ്പോൾ അതുമായിട്ട് ഒരു മോരാ സയ്യ അങ്ങനെ കുറച്ച് പാട്ടൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് സലീം സുലൈമാൻ, ശങ്കർ ഏഷാൻ ലോയ്, വിശാൽ ശേഖർ, അങ്ങനെ കുറേ പേരുടെ അടുത്ത് ഞാൻ പോയിട്ട് ഞാൻ നേരെ നിന്ന് അവരുടെ മുന്നിലും പാടി ഡെമോയും കൊടുത്ത് പോന്നിട്ടുണ്ട്. ആ കോൺഫിഡൻസ് തന്ന പാട്ടാണത്. അടിപൊളി. ഇനി വേണമെങ്കിൽ എവിടെയെങ്കിലും, കാരണം പ്രോഗ്രാമേഴ്സായിട്ടും എൻജിനീയേഴ്സായിട്ടും ഒക്കെ ബോംബെയിലും ചെന്നൈയിലൊക്കെ മലയാളികളാണ്. ഏതെങ്കിലും ഒരു മലയാളീനെ കണ്ടു മുട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഈ CD കൊടുത്തിട്ട്, മോനെ നീ രക്ഷപ്പെട്ടോലെ എന്നെ കൊണ്ടുപോടാ എന്ന് പറയാന്നുള്ളൊരു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് മലയാളികളെ പരിചയപ്പെട്ടു. അവിടെ ഒരു ജിക്കു എന്ന് പറയുന്ന ഒരു ആഡ് ഫിലിംസിന് മ്യൂസിക് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെട്ടു. എന്നെ ഇവിടുന്ന് VKPയും ഗോപി സുന്ദറും ഒക്കെയാണ്, ഗോപിച്ചേട്ടനുമാണ് അന്ന് ഹെൽപ്പ് ചെയ്തത്. VKPയുടെ കുറേ ആഡ്സ് വിശാൽ ശേഖർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓം ശാന്തി ഓമിൻ്റെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി ഡെമോ കൊടുത്തിട്ട് ഞാൻ അവിടെ അള്ളാക്കെ ബന്ദയൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, പക്ഷെ എനിക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇവരെയൊക്കെ മീറ്റ് ചെയ്തു, ഇവരുടെ മുമ്പിൽ നമ്മുടെ ഒരു ഡെമോ പ്ലേ ചെയ്തു, അതിൽ തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. അതെ, നമ്മൾ അലക്സ് പോളിൻ്റെ പാട്ട് പറയുമ്പോൾ ഈ മമ്മൂക്കയ്ക്ക് വേണ്ടി പിടിയാന എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ പിടിയാന അതെങ്ങനെയായിരുന്നത്? അത് വേറൊരു സ്റ്റൈലിലാണല്ലോ പാടിയിരിക്കുന്നത്. പിടിയാന മതയാന വലത്താന ഇടത്താന ഇരുളാനേ നിഴലാന ഇനി എന്തു ഞാൻ പറയാന ഇനി എന്തു ഞാൻ പാടാന എന്നും സ്വന്തമാന നിഴലാന. നന്നായിട്ട് വർക്കൗട്ട് ആയി. മമ്മൂട്ടിയങ്ങൾക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് എൻ്റെ വോയിസ് മാച്ച് ആവുമോ എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ
അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ഫസ്റ്റ് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ വോയിസ് മാച്ചാവോ, അതാണ് എനിക്ക് ഫസ്റ്റ് തലയിൽ പോയത്. പക്ഷേ പിന്നെ ഞാനൊന്നും മിണ്ടാണ്ടെന്നു. നമ്മുടെ ലിസ്റ്റിൽ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലേ. കഥ പറയുമ്പോൾ അതിലും മാമ്പുള്ളിക്കാവിലും പാടി. അത് രസമുള്ള, അതായത് എനിക്ക് തോന്നുന്നു എം ജയചന്ദ്രൻ്റെ മ്യൂസിക്കിലെ രസമുള്ളൊരു ഒരു സാധനമായിരുന്നു അത് പാടിയേ പറ്റൂ കേട്ടോ വിനീതേ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എനിക്കൊന്ന് അറിയാതെ ഇല്ലേ ജയചന്ദ്രൻ സാർ പാടിയിട്ടുള്ള അതേമാതിരിയുള്ളൊരു സാധനമാണ് ഈ മാമ്പുള്ളിക്കാവിൽ. ആ ഫീല് സെയിം ഫീലാണ്. അതൊന്ന് രണ്ടുപേരും നോക്കട്ടെ. മാമ്പുള്ളിക്കാവിൽ മരതക കാവിൽ മണിക്കൊന്ന കണി വെച്ച തമ്പുരാട്ടി, മഞ്ഞളിൻ നിറം കൊണ്ടും മൈ കണ്ണിൻ മൂന കൊണ്ടും മദനനെ മയക്കുന്ന തമ്പുരാട്ടി, ഇവളിനി മംഗലത്തു വിളക്കു വെക്കണ വമ്പുകാരി, മാമ്പുള്ളിക്കാവിൽ മരതക കാവിൽ മണിക്കൊന്ന കണി വെച്ച തമ്പുരാട്ടി.